ഭരണകർമ്മം നിർവഹിക്കുന്ന കേരളത്തിൻ്റെ പ്രതിഭാധനനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവർകളെ, വേദിയിലുള്ള നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ ഡി സജിത് ബാബു IAS, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS, ഇവിടെ സ്വാഗതം ആശംസിച്ച കൈറ്റ് CEO ശ്രീ കെ അൻവർ സാദത്ത്, മാസ്റ്റർ ട്രെയിനർ ശ്രീ എം ഗണേഷ് കുമാർ, അതുപോലെ തന്നെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഇന്നത്തെ ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട അതിഥികൾ, ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് വിജയ ശ്രീലാളിതരായി കടന്നു വന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിലൂടെ വിജയം നേടിയ ക്ലബിൻ്റെ സാരഥികളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അധ്യാപകർ, അധ്യാപികമാർ, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക സംഘടനകളുടെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഹൈടെക് വിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ കുട്ടികൾ തന്നെ കൈകാര്യം ചെയ്യുന്നതും, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കൾ എന്നതിനപ്പുറം അതിൻ്റെ നിർമ്മാതാക്കളായി മാറുന്നതും നാം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണുകയാണ്. ഇത്തവണ 16 പ്രധാന മേഖലകളിലെ മികവ് വിലയിരുത്തിയാണ് കൈറ്റ് സംസ്ഥാന തലത്തിൽ ഇങ്ങനെ അവാർഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ അവാർഡുകളാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ പ്രതിഭകളായ കുട്ടികൾക്ക് കൈമാറുന്നത്. ഇവിടെ ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനമുള്ളത് ഹൈസ്കൂൾ തലങ്ങളിലാണ്. അത് ഹയർ സെക്കൻഡറി തലങ്ങളിലേക്കും അതുപോലെ തന്നെ അപ്പർ പ്രൈമറി പ്രൈമറിയിലേക്കുമൊക്കെ വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അത് നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളിൽ ലിറ്റിൽ കൈറ്റ്സുമായി ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട്. എല്ലാ ഹൈസ്കൂളുകളിലും അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക ലാബുകൾ സ്ഥാപിക്കുക എന്നതാണ് 100 ദിന കർമ്മ പരിപാടിയിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി. അതിനുവേണ്ടി എറൈസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന പേരിലുള്ളൊരു പദ്ധതി ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇക്കാര്യത്തിൽ നമുക്കറിയാം, അതുപോലെ തന്നെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയാണ് നമ്മുടെ അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ സേഫ്റ്റി പ്രോട്ടോകോൾ 2026, ഇവിടെ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കൂടിയുള്ള പദ്ധതികൾ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ലോകം വളരെ വലിയ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ ഈ മലയാളക്കരയ്ക്ക് സാധിക്കണം, നമ്മുടെ കുട്ടികൾക്കതിന് കഴിയണം. അപ്പോൾ അതിന് നമ്മളുടെ പൊതുവിദ്യാഭ്യാസം ശാക്തീകരിക്കപ്പെടണം. നമ്മുടെ കുട്ടികൾ
ഇനി മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉള്ള കുട്ടികളോട് മാത്രമല്ല. നാളെ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ, ഒരു അഭിമുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ ലോകത്തുള്ള മറ്റു കുട്ടികളോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലിറ്റിൽ കൈറ്റ്സ് പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലുള്ള പ്രാവീണ്യം, ഇത് ഇത്തരം മത്സരങ്ങളും മറ്റും സംഘടിപ്പിക്കുമ്പോൾ അതുവഴി അത് മൊത്തം വിദ്യാർത്ഥികളിലേക്ക് അത് എത്തുകയാണ് ആ സാങ്കേതിക വിദ്യ. അതോടൊപ്പം തന്നെ അവിടെ നിന്നും ലോകം ഒരു പടി കൂടി മുന്നോട്ട് പോയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത്, റോബോട്ടിക് സയൻസിൻ്റെ കാലത്ത് അതൊക്കെ വളരെ പ്രൈമറി തലത്തിൽ തൊട്ട് തന്നെ നമ്മളുടെ കുട്ടികൾ അഭ്യസിച്ച് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ കുട്ടികളെയും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുക. അപ്പോൾ അത്തരം ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നിർവഹിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. 100 ദിന കർമ്മ പരിപാടിയിൽ വേറെയും ചില പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിങ്ങനെയൊക്കെ മുന്നേറുമ്പോഴും ചില അപസ്വരങ്ങൾ, നല്ല മാർക്കൊക്കെ വാങ്ങി റിക്കാർഡിക്കലി വിജയിച്ച കുട്ടികളിൽ പോലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, അതിനെ നമ്മളങ്ങനെ പൊതുവൽക്കരിക്കേണ്ടതില്ല, ചില പോരായ്മകൾ, എഴുതാനും വായിക്കാനും അറിയുകയും അടിസ്ഥാന ഗണിതം പോലും അറിയില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100 ദിന കർമ്മ പരിപാടിയിൽ നമ്മൾ ഓരോ ക്ലാസ്സിലും ഒരു കുട്ടി ആർജിക്കേണ്ട വിവരം ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ആർജിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യക്ഷമത, വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ശാക്തീകരണം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, ഹയർ സെക്കൻഡറി തലങ്ങളിൽ സീറ്റുകളുടെ കുറവ് ചില പ്രദേശങ്ങളിലുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് തുടരുകയാണ്. ഇത്തവണ അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ ജില്ലകൾ പരിശോധിച്ച് 120 പുതിയ അഡീഷണൽ ബാച്ചുകളും ഹയർ സെക്കൻഡറി രംഗത്ത് കൊണ്ടുവരാൻ നമ്മളുടെ ഗവൺമെൻറ് തീരുമാനിച്ച് അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനകളും സ്കൂളുകൾ തയ്യാറാക്കുന്നതുമൊക്കെയായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ നല്ല പ്രതിഭകളായ മക്കളാണ്. തീർച്ചയായും ഇതുപോലുള്ള ഇത് കരിക്കുലം ഫ്രെയിംവർക്കിന് കുറച്ച് പുറത്താണ്. പഠനകാര്യത്തിലും നിങ്ങൾക്ക് നല്ല മികവുണ്ടാവും. പഠനകാര്യത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ ഈ മികവ് പുലർത്തി മുന്നേറണം. നല്ല ലക്ഷ്യബോധത്തോടു കൂടി ഞാൻ എവിടെ എത്തണം, ഏതു മേഖലയിലെത്തിയാൽ എനിക്ക് ശോഭിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. ഒരു കുട്ടിക്കാണ് അറിയാം എനിക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖല ഏതാണ്. ഇന്നാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകൾക്ക് അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വലിയ അവസരങ്ങളുടെ ഒരു ജാലകം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എവിടെ എത്തണം, എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്, ഈ വിദ്യാഭ്യാസ യാത്രയിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഏതാണെന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് തീർച്ചപ്പെടുത്തേണ്ടത്. അത് തീർച്ചപ്പെടുത്തി നല്ല ലക്ഷ്യബോധത്തോടെ മാറുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കി മുന്നേറുക. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ നാടിനുമൊക്കെ അഭിമാന താരങ്ങളായ മക്കളായി മാറും. എല്ലാവിധ വിജയങ്ങളും ഈ ലിറ്റിൽ കൈറ്റ്സിലൂടെ കടന്നു വന്ന കുട്ടികൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ വളരെ ശ്രദ്ധേയമായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വിദ്യാഭ്യാസ മണ്ഡലത്തെയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൃത്യമായ വീക്ഷണം വെച്ചു പുലർത്തുന്ന, വളരെ ഭാവനയോടുകൂടി നല്ല കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന, ആദ്യത്തെ പ്രഥമ ബജറ്റിലൂടെ തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച്
ഒരു കൃത്യമായ ദിശാസൂചിക നൽകിയ നമ്മുടെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.